MS വേഡിൽ നിങ്ങൾക്ക് ഇതേപോലെ മൊബൈലിലെടുത്ത ഫോട്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ പ്രിൻ്റ് എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് MS വേഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇൻസെർട്ടിൽ പോവാം. ഇൻസെർട്ടിൽ പോയിട്ട് ഇവിടെ പിക്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. നമ്മുടെ പിക്ചർ എവിടെയാണ് കിടക്കുന്നത്, നമുക്ക് ഏത് പിക്ചറാണോ മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇൻസെർട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ഫോർമാറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റിൽ തന്നെ പോയതിന് ശേഷം ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലായിട്ട് ക്രോപ്പ് കാണാം. ഈ പിക്ചറിനെ നമുക്ക് ചെറുതാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതേപോലെ ക്രോപ്പ് ആയതിനു ശേഷം പിക്ചർ ബോർഡറിൻ്റെ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ബോർഡർ ബ്ലാക്ക് കൊടുക്കുക. അതിന് ശേഷം ഫോർമാറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈറ്റിൻ്റെ അവിടെ 4.4 കൊടുക്കുക. ഇവിടെ താഴെ 3.5 കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ പ്രസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് കൊണ്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ എത്ര കോപ്പി വേണോ അത്രയും കോപ്പി ഇങ്ങനെ നീക്കിയിടാനായിട്ട് സാധിക്കും. അതിനുശേഷം കൺട്രോളും ഷിഫ്റ്റും പ്രസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ താഴത്തേക്ക് ഇതേപോലെ ഇങ്ങനെ വലിച്ചിടാവുന്നതാണ്. എത്ര കോപ്പി വേണോ അത്രയും കോപ്പി ഇതേപോലെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെ വലിച്ചിടാം. ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കൺട്രോൾ അടിച്ചിട്ട് 4 സെലക്ട് ചെയ്യുക. 4 സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്ക് ഇതേപോലെ 4 ഇതേപോലെ അങ്ങനെ താഴത്തേക്ക് വലിച്ചിടാവുന്നതാണ്. അതിനുശേഷം ഫയലിൽ പോയിട്ട് പ്രിൻ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളർ പ്രിൻ്റാണ് കാര്യങ്ങളാണെങ്കിൽ അതനുസരിച്ച് പ്രിൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. താങ്ക് യു.